യുദ്ധഭൂമിയിൽ ആയുധങ്ങൾക്കൊപ്പം തന്നെ നയതന്ത്ര നീക്കങ്ങളും അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പിന്തുണയോടെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ പാടെ നിരസിച്ചുകൊണ്ട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന കർക്കശമായ നിലപാട് മേഖലയെ വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. താൽക്കാലികമായ ഒരു യുദ്ധവിരാമമല്ല, മറിച്ച് യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര അകലം മുൻപത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ മുഖേന കൈമാറിയ 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ചട്ടക്കൂടാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മേഖലയിലെ എല്ലാ സൈനിക സംഘർഷങ്ങൾക്കും അന്ത്യം കുറിക്കുക, ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുക, യുദ്ധത്തിൽ തകർന്ന മേഖലകളുടെ പുനർനിർമ്മാണം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. താൽക്കാലികമായ വെടിനിർത്തലുകൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിലാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ശത്രുക്കൾക്ക് കൂടുതൽ കരുത്തു സംഭരിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ നിബന്ധനകളില്ലാത്ത ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന കടുത്ത സന്ദേശമാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടലിന് തങ്ങൾ സജ്ജമാണെന്ന സൂചനയും ഇതിലൂടെ അവർ നൽകുന്നുണ്ട്. ഇറാന്റെ സൈനിക വക്താക്കൾ നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ നയതന്ത്ര സ്തംഭനാവസ്ഥയെ കൂടുതൽ ഭയാനകമാക്കുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ സൈനിക നീക്കങ്ങൾ തുടരുമെന്നാണ് സീനിയർ ആർമി സ്പോക്ക് പേഴ്സൺ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടരുന്നത് ഇതിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ സൈനിക നേതൃത്വം. ഈ സാഹചര്യം അമേരിക്കൻ ഭരണകൂടത്തെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ആഭ്യന്തരമായി വരുന്ന യുദ്ധവിരുദ്ധ സമ്മർദ്ദങ്ങളും മറുവശത്ത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുന്നതും വാഷിംഗ്ടണിനെ കുഴപ്പിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ പുച്ഛിച്ചു തള്ളപ്പെട്ടത് വൈറ്റ് ഹൗസിന്റെ നയതന്ത്ര വിജയത്തിന് കനത്ത തിരിച്ചടിയാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിലെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയെയും ആഗോള സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഈ ചർച്ചകളിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ അതോ സൈനികമായ തിരിച്ചടികൾ ശക്തമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സമാധാനത്തിനുള്ള വാതിലുകൾ ഓരോന്നായി അടയുമ്പോൾ പശ്ചിമേഷ്യ ഒരു ദീർഘകാല യുദ്ധത്തിന്റെ നിഴലിലായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആയുധങ്ങൾ താഴെ വയ്ക്കാനുള്ള ഇറാന്റെ കർക്കശമായ ഉപാധികൾ വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്.